വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുള്ള വളരെ സിമ്പിളായിട്ടുള്ള മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ പറയാറില്ലേ സമയമാകുമ്പോൾ, അതെങ്ങനെയാണ് പറയുന്നത്? വെൻ ദ ടൈം കംസ്. വെൻ ദ ടൈം കംസ്, അതായത് സമയമാകുമ്പോൾ എന്നാണ് അർത്ഥം. വെൻ ദ ടൈം കംസ്. ഇനി അടുത്തത് കുറച്ച് മണിക്കൂറുകൾ കൂടി എടുക്കും എന്ന് പറയണം. എടുക്കും എന്ന് പറയണമെങ്കിൽ ഇത് ഭാവിയിലെ കാര്യമാണ് അല്ലേ? അപ്പോൾ വില്ലാണ് ഓക്സിലറി വേർബ്. സോ ഇറ്റ് വിൽ ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കും എന്നുള്ള അർത്ഥം വരും. കുറച്ച് മണിക്കൂറുകൾ കൂടി എന്ന് പറയാൻ ഫ്യൂ മോർ അവേഴ്സ്. സോ ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മോർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മണിക്കൂറുകൾ കൂടി എടുക്കും. ഇറ്റ് വിൽ ടേക്ക് ഫ്യൂ മോർ അവേഴ്സ്. ഇത് എനിക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കണം. അപ്പോൾ ആണോ എന്ന് ചോദിക്കേണ്ടപ്പം ഈസ് ഇറ്റ് അല്ലെങ്കിൽ ഈസ് ദിസ് എന്നൊക്കെ ചോദിക്കാം. എനിക്ക് വേണ്ടി എന്നെങ്ങനെ പറയും? ഫോർ മീ. സോ ഈസ് ഇറ്റ് ഫോർ മീ അല്ലെങ്കിൽ ഈസ് ദിസ് ഫോർ മീ എന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് വേണ്ടിയാണോ എന്നാണ് അർത്ഥം. ഈസ് ദിസ് ഫോർ മീ. ഇനി ഒന്നും സംഭവിക്കില്ല, അതെങ്ങനെ പറയും? ഒന്നും, നത്തിങ്. സംഭവിക്കില്ല, ഇവിടെ ഭാവിയിലെ കാര്യമാണ്, വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. സംഭവിക്കുക എന്നെങ്ങനെ പറയും? ഹാപ്പൻ. സോ നത്തിങ് വിൽ ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ. ഇനി അടുത്തത് നിനക്ക് ഊഹിക്കാൻ കഴിയും. നിനക്ക് എന്ന് പറയാൻ യു, എന്തെങ്കിലും കഴിയും എന്ന് പറയേണ്ടപ്പം ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഊഹിക്കുക എന്ന് പറയുന്നത് ഗസ് എന്നാണ്. സോ യു ക്യാൻ ഗസ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഊഹിക്കാൻ കഴിയും എന്നുള്ള അർത്ഥമാണ്. യു ക്യാൻ ഗസ്. ഇനി അടുത്ത സെൻറ്റൻസ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ്, നെഗറ്റീവാണ്. സോ ഡിഡിൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ഐ ഡിഡിൻറ്റ്. അറിയുക എന്ന് പറയുന്നത് നോ എന്നാണ്. സോ ഐ ഡിഡിൻറ്റ് നോ അതിനെക്കുറിച്ച്, എബൌട്ട് ദാറ്റ്. ഐ ഡിഡിൻറ്റ് നോ എബൌട്ട് ദാറ്റ്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് നോ എബൌട്ട് ദാറ്റ്. ഇനി അടുത്തത്, അവൻ പറഞ്ഞത് സത്യമാണോ? എന്തെങ്കിലും ആണ് എന്ന് പറയണമെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇത് ആണോ, ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സോ ഈസ് വെച്ച് തുടങ്ങണം. അവൻ പറഞ്ഞത് എന്നെങ്ങനെ പറയും? വാട്ട് ഹി സെഡ്. വാട്ട് ഹി സെഡ്. സോ ഈസ് വാട്ട് ഹി സെഡ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതാണോ എന്നുള്ള അർത്ഥമാണ്. ഇനി സത്യമാണോ എന്നെങ്ങനെ ചോദിക്കും? ട്രൂ. ഈസ് വാട്ട് ഹി സെഡ് ട്രൂ. അവൻ പറഞ്ഞത് സത്യമാണോ? ഈസ് വാട്ട് ഹി സെഡ് ട്രൂ. അവൻ പറഞ്ഞത് സത്യമാണോ? ഇനി അടുത്തത്, എനിക്ക് സുഖമില്ല എന്ന് നിന്നോടാരാ പറഞ്ഞേ? നിന്നോടാരാ പറഞ്ഞത്? ആര് എന്ന് ചോദിക്കാൻ ഹു. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. പറയുക എന്നുള്ളത് ടെല്ലാണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ടോൾഡ് വരും. സോ ഹു ടോൾഡ് യു. ആരാണ് നിന്നോട് പറഞ്ഞത്? എനിക്ക് സുഖമില്ല, അതെങ്ങനെ പറയും? ഐ എം നോട്ട് ഫീലിംഗ് വെൽ. സോ ഹു ടോൾഡ് യു ഐ എം നോട്ട് ഫീലിംഗ് വെൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് എന്നാണ്. ഇനി അടുത്തത്, നീ ഇവിടെ പുതിയതാണോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? നമുക്കറിയാം, എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നീ എന്നാണ് പറഞ്ഞത്. നീ യു ആണ്, അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആർ വരും. സോ ആർ യു എന്ന് പറഞ്ഞാൽ ആണോ, നീ ആണോ എന്നുള്ള അർത്ഥം വരും. ഇനി പുതിയത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ന്യൂ. ഇവിടെ എന്ന് പറയാൻ ഹിയർ. സോ ആർ യു ന്യൂ ഹിയർ എന്ന് ചോദിച്ചാൽ നീ ഇവിടെ പുതിയതാണോ എന്നാണ് അർത്ഥം. ആർ യു ന്യൂ ഹിയർ. ഇനി അടുത്തത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതെങ്ങനെ പറയും? എന്തുകൊണ്ട്, വൈ. എനിക്കറിയില്ല എന്നെങ്ങനെയാണ് പറയുന്നത്? ഐ ഡോണ്ട് നോ. സോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ വൈ. ഐ ഡോണ്ട് നോ വൈ. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഇനി അടുത്തത്, നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, അതായത് എന്തെങ്കിലും കാര്യം നമ്മളോട് പറയുമ്പോൾ ആദ്യം ഞാൻ മനസ്സിൽ വെച്ചേക്കാം, അങ്ങനെ നമ്മൾ പറയത്തില്ലേ? എന്തെങ്കിലും മനസ്സിൽ വെക്കുക എന്ന് പറയുന്നത് കീപ് ദാറ്റ് ഇൻ മൈൻഡ് എന്നാണ്. സോ ഞാനത് മനസ്സിൽ വെച്ചേക്കാം എന്ന് പറയാൻ ഐ വിൽ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഐ വിൽ കീപ് ദാറ്റ് ഇൻ മൈൻഡ്, അതായത് ഞാൻ മനസ്സിൽ വെച്ചേക്കാം എന്നുള്ള അർത്ഥമാണ്. ഐ വിൽ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി അടുത്തത്, ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ വൈകിയിരിക്കുവാണെങ്കിൽ, രാത്രി ഉറങ്ങാതിരിക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ, നീ കുറച്ചും കൂടി നേരത്തെ ഉറങ്ങണം. അതെങ്ങനെ പറയും? എന്തെങ്കിലും ചെയ്യണം എന്ന് പറയേണ്ടപ്പം ഷുഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ നീ ചെയ്യണം, യു ഷുഡ്. ഉറങ്ങുക എന്ന് പറയാൻ സ്ലീപ്പ്. യു ഷുഡ് സ്ലീപ്പ് എ ലിറ്റിൽ
ഏർലിയർ. യു ഷുഡ് സ്ലീപ്പ് എ ലിറ്റിൽ ഏർലിയർ. എ ലിറ്റിൽ ഏർലിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എന്നുള്ള അർത്ഥമാണ്. സോ നീ കുറച്ച് നേരത്തെ ഉറങ്ങണം. യു ഷുഡ് സ്ലീപ്പ് എ ലിറ്റിൽ ഏർലിയർ. ഇനി അടുത്തത്, ഞാൻ അത് അവിടെ വെച്ചു എന്ന് പറയണം. വെക്കുക എന്ന് പറയാൻ കീപ്പ് എന്ന് പറയാം. ഇവിടെ വച്ചു എന്നാണ് പറഞ്ഞത്, അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. കീപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് കെപ്റ്റ് ആണ്. സോ ഐ കെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് വെച്ചു എന്ന് വരും. ഇനി അവിടെ എന്ന് പറയാൻ ഓവർ ദെയർ എന്ന് പറയാം. സോ ഐ കെപ്റ്റ് ഇറ്റ് ഓവർ ദെയർ എന്ന് പറഞ്ഞാൽ ഞാനത് അവിടെ വെച്ചു എന്നുള്ള അർത്ഥമാണ്. ഐ കെപ്റ്റ് ഇറ്റ് ഓവർ ദെയർ. ഇനി ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ പിടിക്കാൻ തരുവാണ്. അപ്പോൾ ഇത് എത്ര നാൾ എൻ്റെ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ ഇത് എത്ര നാൾ എനിക്ക് സൂക്ഷിക്കാം എന്ന് ചോദിക്കത്തില്ലേ? അതെങ്ങനെയാണ് ചോദിക്കുന്നത്? എത്ര നാളെന്ന് പറയുന്നത് ഹൗ ലോങ് എന്നാണ്. എനിക്ക് പറ്റും എന്നല്ലേ? എനിക്ക് പറ്റും അല്ലെങ്കിൽ എനിക്ക് കഴിയും എന്നുള്ളതിന് ക്യാൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ക്യാൻ ആദ്യം വരും. ഹൗ ലോങ് ക്യാൻ ഐ, ഇത് സൂക്ഷിക്കാൻ എന്ന് പറയാൻ കീപ് ദിസ്. സോ ഹൗ ലോങ് ക്യാൻ ഐ കീപ് ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര നാൾ എൻ്റെ കയ്യിൽ പിടിക്കാനാകും അല്ലെങ്കിൽ എത്ര നാൾ എൻ്റെ കയ്യിൽ സൂക്ഷിക്കാനാകും എന്നുള്ള അർത്ഥമാണ്. നിനക്ക് വേണ്ട അത്രയും നാൾ എന്ന് പറയണം. അതെങ്ങനെ പറയും? as long as you want. as long as you want. as long as എന്ന് പറഞ്ഞാൽ എത്ര കാലത്തോളം എന്നുള്ള അർത്ഥമാണ്. സോ എത്ര കാലത്തോളം വേണോ അത്രയും നാൾ എന്ന് പറയാനാണ് as long as you want. ഇനി അടുത്തത്, നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കണം. അപ്പം നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? ഓർക്കുക എന്ന് പറയുന്നത് റിമെമ്പർ ആണ്. സോ ഡു യു റിമെമ്പർ എന്ന് ചോദിച്ചാൽ നീ ഓർക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ ഡു മാറ്റി ഡോണ്ട് ആക്കുക. സോ ഡോണ്ട് യു റിമെമ്പർ എന്ന് ചോദിച്ചാൽ നീ ഓർക്കുന്നില്ലേ, ഡോണ്ട് യു റിമെമ്പർ. ഇനി നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കണം. നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? അതെങ്ങനെ ചോദിക്കും? എങ്ങനെ എന്ന് പറയാൻ ഹൗ. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നീ എങ്ങനെ എന്നാണ് ഹൗ ഡിഡ് യു. ഇവിടെ എത്തുക എന്ന് പറയാൻ ഗെറ്റ് ഹിയർ എന്ന് പറയാം. സോ ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഹൗ ഡിഡ് യു ഗെറ്റ് ഹിയർ. ഇനി അടുത്തത്, നീ അവിടെ പോകണം. ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നാണ് പറയേണ്ടത് അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ഷുഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നീ പോകണമെന്നാണ്. സോ യു ഷുഡ്. അവിടെ പോകുക എന്ന് പറയാൻ ഗോ ദെയർ. യു ഷുഡ് ഗോ ദെയർ എന്ന് പറഞ്ഞാൽ നീ അവിടെ പോകണം. ഇനി ഇത് തന്നെ നമുക്കൊരു ചോദ്യമാക്കണം. അതായത് ഞാൻ അവിടെ പോകണോ? അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഷുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഞാനെന്നാണ് പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഐ വരും. ഷുഡ് ഐ. അവിടെ പോവുക എന്ന് പറയാൻ ഗോ ദെയർ. ഷുഡ് ഐ ഗോ ദെയർ. അങ്ങനെയാണെങ്കിൽ ഞാനത് വാങ്ങണോ എന്നെങ്ങനെ ചോദിക്കുമെന്ന് നിങ്ങൾ കോമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ എന്തുകൊണ്ട് അവിടെ പോകണം, അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ട് എന്ന് പറയുന്നത് വൈ എന്നാണ്. ഇവിടെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഷുഡാണ് വരേണ്ടത്. വൈ ഷുഡ് ഞാൻ ഐ. അവിടെ പോവുക എന്ന് പറയാൻ ഗോ ദെയർ. വൈ ഷുഡ് ഐ ഗോ ദെയർ. ഇനി ഞാൻ എങ്ങനെ അവിടെ പോകണം, ഇതെങ്ങനെ വരും? എങ്ങനെ എന്ന് പറയുന്നത് ഹൗ എന്നാണ്. സോ ഹൗ ഷുഡ് ഐ ഗോ ദെയർ. ഹൗ ഷുഡ് ഐ ഗോ ദെയർ. ഞാൻ എങ്ങനെ അവിടെ പോകണം. ഇനി ഞാൻ എപ്പോൾ അവിടെ പോകണം, എപ്പോൾ എന്ന് പറയാൻ വെൻ ആണ്. സോ വെൻ ഷുഡ് ഐ ഗോ ദെയർ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോൾ അവിടെ പോകണം. ഇനി ഞാൻ എവിടെ പോകണമെന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ, എവിടെ എന്ന് പറയാൻ വേർ. സോ വേർ ഷുഡ് ഐ ഗോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോകണം എന്നാണ് മീനിങ്. വേർ ഷുഡ് ഐ ഗോ. ഇനി അടുത്തത്, നിനക്കത് ചെയ്യാൻ കഴിയില്ലേ. ഇതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും കാര്യം കഴിയുമോ എന്ന് ചോദിക്കുന്നത് ക്യാൻ വെച്ചിട്ടാണ്. സോ കഴിയില്ലേ എന്ന് ചോദിക്കേണ്ടപ്പം അത് നെഗറ്റീവ് ആകും. സോ കാണ്ട് വരും. സോ നിനക്ക് കഴിയില്ലേ, കാണ്ട് യു. അത് ചെയ്യാൻ എന്ന് പറയാൻ ഡു ഇറ്റ്. കാണ്ട് യു ഡു ഇറ്റ് എന്ന് ചോദിച്ചാൽ നിനക്കത് ചെയ്യാൻ കഴിയില്ലേ. ഇനി നമുക്കിങ്ങനെ ചോദിക്കണം, നിനക്കത് വേറെ എപ്പോഴെങ്കിലും ചെയ്യാൻ കഴിയില്ലേ. നിനക്കത് ചെയ്യാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നത് കാണ്ട് യു ഡു ഇറ്റ് എന്നാണ്. വേറെ എപ്പോഴെങ്കിലും എന്ന് പറയാൻ അറ്റ് സം അതർ ടൈം. അറ്റ് സം അതർ ടൈം. സം അതർ ടൈം എന്ന് പറഞ്ഞാൽ വേറെ എപ്പോഴെങ്കിലും എന്നാണ്. സോ കാണ്ട് യു ഡു ഇറ്റ് അറ്റ് സം അതർ ടൈം എന്ന് ചോദിച്ചാൽ നിനക്ക് വേറെ എപ്പോഴെങ്കിലും അത് ചെയ്യാൻ കഴിയില്ലേ എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങുക. ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ലൈക്ക് എന്നാണ്, വാങ്ങുക എന്ന് പറയുന്നത് ബൈ എന്നാണ്. സോ ബൈ, ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം.
only if you like it. ബൈ only if you like it. അതായത് നിനക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങുക എന്നുള്ള അർത്ഥമാണ്. ബൈ only if you like it. ഇനി വെറും 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? ജസ്റ്റ് 10 മിനിറ്റ് വാക്ക്. ജസ്റ്റ് എ 10 മിനിറ്റ് വാക്ക്. അതായത് വെറും 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ എന്നുള്ള അർത്ഥമാണ്. ജസ്റ്റ് എ 10 മിനിറ്റ് വാക്ക്. ഇനി ഞാൻ എനിക്കറിയാവുന്നതെല്ലാം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. ഇവിടെ ഞാൻ എന്നാണ്. ഐ വരുമ്പം ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി വേർബിൻ്റെ V3 ഫോം വേണം. പറയുക എന്നുള്ളത് ടെല്ലാണ്. അപ്പോൾ അതിൻ്റെ V3 ഫോം ടോൾഡ് ആണ്. സോ ഐ ഹാവ് ടോൾഡ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയാവുന്നതെല്ലാം അതെങ്ങനെ പറയും? എല്ലാം എന്ന് പറയാൻ എവറിത്തിങ്. എനിക്കറിയാവുന്നത് എന്ന് പറയാൻ ഐ നോ. ഐ ഹാവ് ടോൾഡ് യു എവറിത്തിങ് ഐ നോ. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ടോൾഡ് യു എവറിത്തിങ് ഐ നോ. ഇനി അടുത്തത്, ഞങ്ങൾക്ക് ഒഴിവ് സമയമുള്ളപ്പോൾ ഞങ്ങളത് ചെയ്യും. ഞങ്ങളത് ചെയ്യും. ഇത് ഭാവിയിലെ കാര്യമാണ്. സോ വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. സോ വി വിൽ ഡു ഇറ്റ്. ഞങ്ങളത് ചെയ്യും. ഞങ്ങൾക്ക് ഒഴിവ് സമയമുള്ളപ്പോൾ. ഒഴിവ് സമയം എന്ന് പറയുന്നത് ഫ്രീ ടൈം എന്നാണ്. സോ ഞങ്ങൾക്ക് ഒഴിവ് സമയമുള്ളപ്പോൾ എന്ന് പറയാൻ വെൻ വി ഹാവ് ഫ്രീ ടൈം. വി വിൽ ഡു ഇറ്റ് വെൻ വി ഹാവ് ഫ്രീ ടൈം. വി വിൽ ഡു ഇറ്റ് വെൻ വി ഹാവ് ഫ്രീ ടൈം. ഞങ്ങൾക്ക് ഒഴിവ് സമയമുള്ളപ്പോൾ ഞങ്ങളത് ചെയ്യും. ഇനി അടുത്തത്, അത് നിങ്ങൾക്ക് ഒന്നുമല്ലായിരിക്കാം എന്ന് പറയണം. അതെങ്ങനെ പറയും? അത് അല്ലായിരിക്കാം. ഇറ്റ് may be nothing to you. It may be nothing to you. അത് നിങ്ങൾക്ക് ഒന്നുമല്ലായിരിക്കാം എന്നുള്ള അർത്ഥമാണ്. It may be nothing to you. ഇനി അടുത്തത്, അത് അത്ര നല്ലതല്ലായിരുന്നു. നമുക്കറിയാം ആയിരുന്നു എന്ന് പറയാൻ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ അല്ലായിരുന്നു എന്ന് പറയാൻ നെഗറ്റീവ് ആക്കണം. വാസൻറ്റ്. സോ ഇറ്റ് വാസൻറ്റ് അത്രയ്ക്ക് നല്ലത് എന്നെങ്ങനെ പറയും? ദാറ്റ് ഗുഡ്. ഇറ്റ് വാസൻറ്റ് ദാറ്റ് ഗുഡ് എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു. ഇറ്റ് വാസൻറ്റ് ദാറ്റ് ഗുഡ്. ഇനി അടുത്തത്, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു തിങ്ക്. ഡു യു തിങ്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ തോന്നുക എന്നുള്ള അർത്ഥമാണ്. ഡു യു തിങ്ക്. ഇനി എനിക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന്. അപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയുമെന്നെങ്ങനെ പറയും? ഐ ക്യാൻ ഡു ദാറ്റ്. സോ ഡു യു തിങ്ക് ഐ ക്യാൻ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാണ്. ഡു യു തിങ്ക് ഐ ക്യാൻ ഡു ദാറ്റ്. അതെങ്ങനെ ചെയ്യണമെന്ന് നിനക്കറിയാമെന്ന് പറയണം. അതെങ്ങനെ പറയും? നിനക്കറിയാം. അറിയുക എന്ന് പറയുന്നത് നോയാണ്. സോ യു നോ എന്ന് പറഞ്ഞാൽ നിനക്കറിയാമെന്നാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് അതെങ്ങനെ പറയും? ഹൗ ടു ഡു ഇറ്റ്. ഹൗ ടു ഡു ഇറ്റ്. യു നോ ഹൗ ടു ഡു ഇറ്റ്. അതായത് നിനക്കറിയാം അതെങ്ങനെ ചെയ്യണമെന്ന്. യു നോ ഹൗ ടു ഡു ഇറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ്, എപ്പോൾ വരണമെന്ന് എന്നോട് പറ. അതെങ്ങനെ പറയും? എന്നോട് പറയൂ. ടെൽ മീ എപ്പോൾ വരണമെന്ന്. വെൻ ടു കം. ടെൽ മീ വെൻ ടു കം. അതായത് എപ്പോഴാണ് വരേണ്ടതെന്ന് എന്നോട് പറ എന്നുള്ള അർത്ഥമാണ്. ടെൽ മീ വെൻ ടു കം. ഇനി നമുക്കിങ്ങനെ ചോദിക്കണം, നിനക്കിവിടെ ഇഷ്ടമാണോ? അതെങ്ങനെ ചോദിക്കും? നിനക്കിഷ്ടമാണോ എന്ന് ചോദിക്കുന്നത് ഡു യു ലൈക്ക് എന്നാണ്. ഡു യു ലൈക്ക്. സോ നിനക്ക് ഇവിടെ ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ഡു യു ലൈക്ക് ഇറ്റ് ഹിയർ എന്നാണ് ചോദിക്കേണ്ടത്. ഡു യു ലൈക്ക് ഇറ്റ് ഹിയർ. നിനക്കിവിടെ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഇറ്റ് ഹിയർ. ഇനി അടുത്തത്, നീ എന്തുകൊണ്ടാണ് അവളെ ഇവിടെ വരാൻ അനുവദിച്ചത്? അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ട്. വൈ. പാസ്റ്റ് ടെൻസ് ആണ്. സോ വൈ ഡിഡ്. നീ. വൈ ഡിഡ് യു. അവളെ അനുവദിക്കുക. അതെങ്ങനെ പറയും? ലെറ്റ് ഹെർ. ലെറ്റ് എന്ന് പറഞ്ഞാൽ അനുവദിക്കുക എന്നാണ്. വൈ ഡിഡ് യു ലെറ്റ് ഹെർ ഇവിടെ വരാൻ. കം ഹിയർ. വൈ ഡിഡ് യു ലെറ്റ് ഹെർ കം ഹിയർ. അവളെ എന്തിനാണ് ഇവിടെ വരാൻ അനുവദിച്ചത്? വൈ ഡിഡ് യു ലെറ്റ് ഹെർ കം ഹിയർ. ഇനി ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പം അത് പറയാൻ എളുപ്പമാണ് എന്ന് നമ്മൾ പറയത്തില്ല. അതായത് ചെയ്യാൻ പാടാണ്, പറയാൻ എളുപ്പമാണ് എന്ന് പറയത്തില്ലേ? അതിനെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസാണ് ഈസിയർ സെഡ് ദാൻ ഡൺ. ഈസിയർ സെഡ് ദാൻ ഡൺ. അതായത് പറയാൻ എളുപ്പമാണ് പക്ഷെ അത് ചെയ്യാൻ പാടാണ് എന്നുള്ള അർത്ഥമാണ്. ഈസിയർ സെഡ് ദാൻ ഡൺ. ഇനി അടുത്തത്, നീ ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് താമസിക്കുന്നത്?
എത്ര ദൂരെ എന്ന് പറയുന്നത് ഹൗ ഫാർ എന്നാണ്. സോ നീ താമസിക്കുന്നത്, ഹൗ ഫാർ ഡു യു ലീവ് എന്ന് പറഞ്ഞാൽ നീ എത്ര ദൂരെയാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് എന്ന് പറയാൻ ഫ്രം ഹിയർ. ഹൗ ഫാർ ഡു യു ലീവ് ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് താമസിക്കുന്നത്. ഹൗ ഫാർ ഡു യു ലിവ് ഫ്രം ഹിയർ. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.